കൊട്ടിയൂർ തീർത്ഥാടകർക്കായി മണത്തണയിൽ അന്നദാനം ആരംഭിച്ചു. സേവാഭാരതിയുമായി സഹകരിച്ച് വിവേകാനന്ദ ഗ്രാമസേവാ സമിതിയുടെ നേതൃത്വത്തിലാണ് അന്നദാന കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന് 40,000-ഓളം തീർത്ഥാടകർക്ക് ഭക്ഷണം നൽകാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ ഈ മഹത്തായ ഉദ്യമത്തിന് വിവേകാനന്ദ ഗ്രാമസേവാ സമിതി തയ്യാറെടുക്കുന്നത്. മണത്തണ വലിയ കുളത്തിന്റെ എതിർഭാഗത്തായാണ് അന്നദാന കേന്ദ്രം പ്രവർത്തിക്കുക. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി അന്നദാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. മണത്തണയ്ക്ക് അതിഥികൾക്ക് ഭക്ഷണം നൽകുന്നതിന് മഹത്തായ പാരമ്പര്യമുണ്ടെന്നും ഒരു കാലത്ത് കൊട്ടിയൂർ തീർത്ഥാടകർക്ക് അന്നം നൽകിയിരുന്നത് മണത്തണ ഗ്രാമമായിരുന്നു എന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞു. താനും ചെറുപ്പകാലത്ത് കൊട്ടിയൂർ തീർത്ഥാടന വേളയിൽ മണത്തണയിലുള്ള വീടുകളിൽ നിന്നും ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുവെന്നും ആ മഹത്തായ പാരമ്പര്യം ഇത്തരം സംരംഭങ്ങളിലൂടെ എന്നും കാത്തുസൂക്ഷിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത് ആത്മീയമായിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങലാണ്. ആദാനം പ്രദാനം എന്നാണെന്ന് പറയും. അപ്പൊ അങ്ങനെ അത് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അതിന് ആത്മീയതയുടെ ഒരു അംശമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അന്നക്ഷേത്രം, ഇവിടെ ഒരു അന്നദാന കേന്ദ്രം എന്നതിനെ വഴി ഇതൊരു അന്നക്ഷേത്രമാണ്. ഒരു അന്നക്ഷേത്രത്തിൻ്റെതായ ഒരു ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും നമ്മുടെ കൊട്ടിയൂർ അപ്പന്റെ മഹാദേവന്റെ നാമധേയത്തിൽ, അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ദേവതമാരുടെയും പരദേവതമാരുടെയും ദേവിമാരുടെയും എല്ലാം തിരുനാമത്തിൽ അവരുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾക്ക് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി ഈ അന്നക്ഷേത്രത്തിന്റെ സമുദ്ഘാടനം നിർവഹിച്ചതായി വിനയപൂർവ്വം എല്ലാം. ചടങ്ങിൽ വിവേകാനന്ദ ഗ്രാമസേവാ സമിതി പ്രസിഡന്റ് കുഞ്ഞോഴത്ത് മുകുന്ദൻ മാസ്റ്റർ അധ്യക്ഷനായി. ഗ്രാമസേവാ സമിതി സെക്രട്ടറി വി രാമചന്ദ്രൻ, RSS പേരാവൂർ ഖണ്ഡ് സംഘചാലക് VC ശ്രീധരൻ, പഞ്ചായത്ത് മെമ്പർ ബേബി സോജ, ആക്കൽ കൈലാസനാഥൻ, വിജയകുമാർ ജോത്സ്യർ, നാമത്ത് രമണി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണത്തണ യൂണിറ്റ് പ്രസിഡന്റ് CMJ തുടങ്ങിയവർ സംസാരിച്ചു. അന്നദാന കേന്ദ്രത്തിൽ ഇന്ന് മാത്രം 1000-ഓളം പേർക്കാണ് ഭക്ഷണം നൽകിയത്. സാമ്പാറും ഓലനും അച്ചാറും ഉപ്പേരിയും പാൽപായസവും അടക്കം വിഭവസമൃദ്ധമായ സദ്യ കഴിച്ച് നിറഞ്ഞ മനസ്സോടെയാണ് തീർത്ഥാടകരും മടങ്ങിയത്. കൊട്ടിയൂരേക്കുള്ള യാത്രയ്ക്ക് മധ്യേ ഇന്ന് അതിഗംഭീരമായൊരു ഭക്ഷണം, സദ്യ തന്നെ കഴിക്കാൻ പറ്റിയതും ഏറ്റവും മധുരമുള്ള പാൽപ്പായസമൊക്കെ കൂടിയിട്ടുള്ള സദ്യ ഈ യാത്രയ്ക്ക് തന്നെ ഒരു ഗംഭീര ഭാവം നൽകുന്നുണ്ട്. സേവാഭാരതിക്ക് കീഴിൽ വിവേകാനന്ദ ഗ്രാമസമിതി അവരുടെ ഈ ഉദ്യമം വളരെ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ കൊട്ടിയൂരേക്ക് പല ദേശങ്ങളിൽ നിന്നാണല്ലോ പലരെ എത്താം. അപ്പോൾ അവർക്കെല്ലാം ഭക്ഷണം എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ് പലപ്പോഴും ഇവിടെ. അപ്പോൾ ഇതൊരു വലിയ ആശ്വാസമാണ്. മണത്തണ നമ്മൾ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഒരല്പം കൂടി മുന്നിലേക്ക് വന്നാൽ എല്ലാ ദിവസവും ഇവിടെ അന്നദാനം ഉണ്ടാവും എന്നുള്ളത്. കൊട്ടിയൂർ ഉത്സവ നാളുകളിലെല്ലാം ഇവിടെ അന്നദാനം ഉണ്ടാകും എന്നുള്ളതൊരു വലിയ സമാധാനമാണ്, വലിയൊരു സന്തോഷമാണ്. അപ്പോൾ അത് മാത്രമല്ല സ്വാദിഷ്ടമായ ഭക്ഷണം വൃത്തിയോടുകൂടി നമുക്ക് കാണാം. അത് വൃത്തിയായി തയ്യാറാക്കി അത് സ്നേഹത്തോടുകൂടി വിളമ്പുകയും കൂടെ വേണമല്ലോ, എന്നാലാണല്ലോ അതിന് മധുരം കൂടുന്നത്, അല്ലെങ്കിൽ ഭക്ഷണത്തിന് സ്വാദും ഗുണവും കൂടുന്നത്. അത്രയും സ്നേഹത്തോടു കൂടി വീണ്ടും വേണമോ എന്ന് ചോദിച്ച് സ്നേഹത്തോടു കൂടി ഒരു വീട്ടിലേക്ക് അതിഥിയായി എത്തിയാൽ എന്നതുപോലെ അന്നദാനം അതിൽ പങ്കുചേരാനായത് വലിയ സന്തോഷം. കൊട്ടിയൂർ യാത്രയ്ക്ക് ഊർജ്ജം കൂട്ടുന്ന ഒന്ന് തന്നെയാണ്. ഇതൊരു നല്ല ഏറ്റവും കാലത്തിന് ഉചിതമായ ഒരു തീർച്ചയായിട്ടും വേണ്ടുന്ന എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഈ അന്നദാനം ഇവിടെ നടത്തുക എന്നുള്ളത്.